നേരെ ഉച്ചയായോ? ഇല്ല, നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. അമ്പലക്കുളത്തിൽ മുക്കി പിടിച്ചിട്ട് ഇയാളുടെ തലക്ക് വെളിവ് വന്നില്ലേ? ഇങ്ങോട്ട് ഇറങ്ങ്. ഞാൻ സൈക്കിളിൽ വന്നോളാം. ഇങ്ങോട്ട് ഇറങ്ങണോ? വേണ്ട, ടാക്സി വിളിക്കാം. കണ്ണനെ വിളിക്കടാ. അതാ ഞാൻ വിളിക്കാൻ. വിശേഷമൊക്കെ നമുക്ക് വീട്ടിൽ എന്ന് പറയാം. ഈ സമയം എന്താ എവിടാ? കണ്ണന്റെ വീടാന്നോ? സൂക്ഷിക്കണേ. അവിടെ ഒരു കണ്ണാടി. ഓടിക്കോ. എന്തിനാ കുഞ്ഞെ കുളിക്കുമ്പോ കരയുന്നേ? മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. പാതിരാത്രി ആവുന്നവരെ കള്ളും കുടിച്ച് നടക്കുക ഇങ്ങനെയുണ്ടോ? നിന്നോടാ എന്റെ അമ്മ പറയുന്നത് കേട്ടോ. അടുത്ത വീട്ടിലുണ്ട് ആണുങ്ങള്. നിങ്ങളുടെ മാതിരി മേഞ്ഞ അടക്ക. അടുത്ത വീട്ടിൽ പെണ്ണുങ്ങളും ഉണ്ട്. നീ അതുമാതിരിയാ? കാർത്താനിയടത്തിയുടെ ഭർത്താവിന് എന്താ ജോലിയില്ലേ? 5000 ഉറുപ്പിക ശമ്പളമുണ്ട്. അവളൊന്ന് നോക്കിയാ മതി, അയാള് മൂത്രമൊഴിക്കും. അവക്കൊക്കെ കളിയാക്കാൻ ഒരു കാരണമായി. എന്റെ ദൈവമേ, ഞാനിനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? തലയിലെടുത്ത് നീ സാഗറിനൊന്ന് കുളിപ്പിക്ക. എനിക്ക് വയ്യ. അവിടെ കൊള്ളു കുടിച്ച വയറ്റ് കിടക്കണം. എനിക്കറിയാം പണ്ട് എനിക്ക് സ്വഭാവം ഉണ്ടെന്ന്. എന്റെ കമലു അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ അറിയും. നിങ്ങൾ കാണിച്ചതോ? നിക്കറ് ഇട്ടോണ്ട് വല്ലവരുടെയും വീട്ടുമുറ്റത്ത് കക്കാൻ പോയതാ? അല്ല, നിക്കാൻ പോയതാ. ഇരിക്കുന്നു. ആര് കണ്ട് എന്തൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞതാ. കുടുംബം മോശാണ്, വേണ്ട വേണ്ടാന്ന്. വേറൊരു മണങ്ങനുണ്ട്, അരി. അരിയല്ല, അരി മനുഷ്യ. അവന് പണിയും തരൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയാണോ? രണ്ടോ ഇല്ലേ? മോൻ വെള്ളം കോരി ഒഴിച്ച് കുളിച്ചോ? അല്ല, ഹരിയോ നിന്നെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഗോപിയേട്ടാ, ഇത് ആരാ വന്നിരിക്കുന്ന നോക്കിയേ. ഇവിടെ എന്തെടുക്കുക? അതൊക്കെ ഞാൻ ചെയ്തോളാം. ഹരി ഇരിക്കെ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. വേണ്ട, ഇപ്പൊ തന്നെ വയറിറച്ച് കുടിച്ച്. ഓ, ഒരു ചായക്കും കൂടിയുള്ള സ്ഥലമല്ലേ നിന്റെ വയറ്റില്? അവിടെ ഇരിക്കടാ. കമലു, എനിക്കും കൂടി ഒരു ചായ എടുത്തോ. ഇപ്പൊ തന്നെ തരാം. പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, വേണ്ട, അവൻ ചളവാക്കുന്നു. അപ്പോഴാ ഒരു പുതിയ നമ്പർ, 18ാമത്തെ അടവ പൂഴിക്കടകനാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? നാറി നാശമായില്ലേ? അടവിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് മർമ്മത്തിൽ ഏൽപ്പിക്കാത്ത എന്റെ തെറ്റാ. മർമ്മത്തിലേറ്റു. അവളെ അവളുടെ പാട്ടിന് പോയി. ചേട്ടൻ കണ്ണന്റെ വീട്ടിൽ പോയില്ലേ? ഇങ്ങോട്ട് വന്നേ. അതെ, കണ്ണൻ ആകെ അപ്സെറ്റ് ആയിരിക്കാം. ആരോടും ഒരക്ഷരം പോലും പറയാതെ അവളെ ഇറങ്ങിപ്പോയിന്ന്. സംഗതി സീരിയസ് ആവുമെന്നാണ് എന്റെ പേടി. നിനക്ക് പെണ്ണുകട മനഃശാസ്ത്രം അറിഞ്ഞൂടാ. എന്തെങ്കിലും മതി പൊട്ടിത്തെറിക്കാൻ. അപ്പൊ ഉടക്കരുത്, പൊട്ടലിന്റെ ശക്തി കൂടും. അത് കഴിഞ്ഞ് പോയ സ്പീഡിലേക്ക് തിരിച്ചു വരും. വരൂ. പിന്നെ ഇല്ല ഇല്ല, ഇനി ഞാൻ പോവില്ല. ഇതുവരെ അച്ഛന് വേണ്ടി ഞാൻ സഹിച്ചു. ഇനി എന്നെ നിർബന്ധിക്കരുത്, പ്ലീസ്. എന്താ ഉണ്ടായെന്ന് നീ പറയുന്നില്ല മോളെ. ഒരു പൊട്ടന്റെ കൂടെ വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി എത്ര കാലം എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കുക? അവൾ ആകെ വിഷമിച്ചിരിക്കുക. എന്തിനു വെറുതെ? ദേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടണ്ട. നീ അത് പോ. രാധികെ, ഇഷ്ടമില്ലെങ്കിൽ ബന്ധം വേണ്ടെന്ന്
ഒരു വാക്ക് നീ പറഞ്ഞാ മതി. മാധവൻകുട്ടി, എടുത്തുചാട്ടം നന്നല്ല മോനെ. എന്താ ഈ പറയുന്നത്? അച്ഛൻ ഇവളോട് സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഈ ബന്ധം തുടരാൻ അവളെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞേ. അവിടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അച്ഛൻ നിൽക്കൂടാ. മോളെ, മോടെ മനസ്സിന് മുറിവേക്കുന്ന എന്തെങ്കിലും അവിടെ സംഭവിച്ചോ? ഇല്ലെങ്കിൽ കഴിഞ്ഞതെല്ലാം വേണ്ട അച്ഛ, എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് വയ്യ. നീ ഇന്ന് ആഫീസിൽ പോകുന്നില്ലേ? ഇല്ല. ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? വലിയ തറവാട്ടി പറഞ്ഞ കുട്ടിയാ, കുറച്ചുകൂടെ സ്നേഹമായിട്ടൊക്കെ പെരുമാറിക്കൂടെ നിനക്ക്? എത്രയും വേഗം രാധികയെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്ക്. വഴക്കൊക്കെ തീർത്ത് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്ക്. തുളസി, നാണല്ലോ. അല്ല, നാണം മറയ്ക്കാൻ വേറൊരു ഷർട്ട് വേണ്ടേ? ഒരു ഷർട്ട് കൊണ്ടാണ് വണ്ടി ഓടുന്നത്. അടുത്ത ആഴ്ച ഇന്റർവ്യൂവിന് പോകാൻ നിന്റെ ചേട്ടനോട് ഒരു ഷർട്ട് ചോദിക്കണമെന്ന് വിചാരിക്കാം. അതല്ല പറഞ്ഞത്. പിന്നെ ഒന്നുമില്ല. ഇനി ആ പൂതി അങ്ങോട്ട് മാറ്റി വെച്ചോ. എന്ത് പൂതി? എന്നെ കെട്ടാനുള്ള പൂതി. ഓ, എന്തൊരു പൂതിയാ നിന്നെ കെട്ടാൻ. നിന്നെ കെട്ടിയ നിനക്ക് ഞാൻ ചെലവിന് തരണ്ടേ? ഏതെങ്കിലും ജോലിയുള്ള പെണ്ണ് എന്നെ കെട്ടി എനിക്ക് ചെലവിന് തരുമെന്ന് നോക്കട്ടെ. തരും. എന്തേ? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാണിന് 3 പെണ്ണെന്നാ കണക്ക്. സുമുഖനും സുന്ദരനും വിദ്യാസമ്പന്നനുമായ നായർ യുവാവിന് വയസ്സ് 28. ഏതെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ ലെക്ചറോ വന്നൂടെ? അവരെന്നെ പൊന്നുപോലെ നോക്കും. നോക്കും. ഇങ്ങനെ രാത്രി വേലിയായിട്ട് നടക്കുന്നവർക്ക് പെണ്ണ് തരും. അത് പിന്നെ വേലിയാടിയത് നിന്റെ കണ്ണേട്ടിന് വേണ്ടിയാ. എന്റെ കണ്ണേട്ടിന് വേണ്ടി നിങ്ങൾ എന്തിനാ വേലിയാടിയത്? ഓ, എന്റെ കണ്ണേട്ടൻ. എന്നെ കൊണ്ടൊന്നും പറയരുത്. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന് വേണ്ടി ജീവൻ വരെ കളയുന്നവനാ കണ്ണേട്ടൻ. നിങ്ങളെ പോലെയല്ല. ഇത്രയൊക്കെ ആയിട്ട് കണ്ണേട്ടൻ ചേച്ചി വിളിച്ചോണ്ട് വരാൻ പോവാ. സത്യമാണോ? ഞാൻ എന്തിനാ നുണ പറയുന്നത്? ഉണങ്ങിയിട്ടില്ലെങ്കിലും സാരമില്ല. ഇവനെ ഇന്ന് ഞാൻ വഴിന്ന് മാറും. കൊണ്ടാടത്തിന് ബ്രേക്കൂല്ല. ഗോവിന്ദേട്ടാ, ഒന്ന് ഓടി വന്നേ. എന്താ? വേഗം പോയി ഷർട്ട് ഇട്ടു വന്നേ. അവള് വീട് തന്നെ ഏൽപ്പിച്ചിട്ട് അടുത്ത വീട്ടിൽ ലെക്ചറിന് പോയിരിക്കും. സംഗതി ആകെ കുഴപ്പമാകും. വേഗം പോയി ഷർട്ട് ഇട്ടോണ്ട് വാ. അതിപ്പോ പോയി ഷർട്ട് ഇട്ടു പാടോ. നിങ്ങൾ എങ്ങോട്ടാ? പാർലമെന്റിലേക്ക്. വീട്ടിൽ പോടി, അരി വന്നു. ഇപ്പൊ പോയാ ചോറുണ്ണാം, ഇല്ലേ വാൾ പോസ്റ്റർ ഒട്ടിക്കാം. എങ്ങോട്ടാന്ന് അറിയില്ല. എപ്പോ വരും? ഇത് വല്ല കളിങ്കിലോ മരത്തിലോ ഇടിച്ച് നിക്കണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വരാം. വീട്ടിൽ പോടി. ദാ പോണു കണ്ണൻ. എടാ കണ്ണാ, ബ്രേക്കില്ല. പിന്നെ എന്ത് ചെയ്യും? അവന്റെ ചന്തി കൊണ്ട് ഇടിച്ചു ചേർത്ത്. നീ എങ്ങോട്ടാ പോണേ? പറയാൻ മനസ്സില്ല. ഇനി നിങ്ങളുമായിട്ട് ഒരു കൂട്ടുമില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. സുല്ല് പറയല്ലേ കണ്ണ. നിന്നെ പുല്ലാക്കിയത് അവളാ, ഞങ്ങളല്ല. എല്ലാരെയും എനിക്കറിയാം. കൂടെ നിന്ന് കുഴി തോണ്ടുന്നവരാ നിങ്ങൾ. ഇനി എന്നെ ഉപദേശിക്കണ്ട. എടാ, നിന്റെ അഭ്യുദയകാംക്ഷികളാടാ ഞങ്ങൾ. അങ്ങനെ ആരും എനിക്ക് വേണ്ടി ഇപ്പൊ കാഷ്ടിക്കണ്ട. എടാ, 1ാം ക്ലാസ് മുതൽ ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചവരാണ് നമ്മൾ. ആ സ്നേഹം നിനക്കുണ്ടായിരുന്നെങ്കിൽ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. എന്നെ വിട്ടേക്ക്. കണ്ണ, എന്തിനും വേണ്ടത് ക്ഷമയാണ്. ഇപ്പൊ നീ ഓടിച്ചടി അങ്ങോട്ട് ചെല്ലരുത്, വഷളാകും. അത് ഞാൻ സഹിച്ചോളാം. ഇനിയെങ്കിലും എന്നെ ഉപദ്രവിക്കാതെ വിട്ടാ മതി. എടാ, അതിന് ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യുന്ന പറ, നിങ്ങൾക്കറിയില്ലേ? നിനക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. എന്തിനാ ഗോവിന്ദേട്ടാ നുണ പറയുന്നത്? എത്ര വഴക്കുണ്ടായാലും ഒരു ദിവസമെങ്കിലും കമല ചേച്ചിയെ കാണാതെ ഗോവിന്ദേട്ടന് കഴിയാൻ പറ്റുമോ? കണ്ണ, ഞാൻ പറയുന്നു. നിന്റെ കാര്യം എനിക്കറിയാം. ഞാൻ ആശുപത്രി കിടന്നപ്പോ തുളസിക്ക് പറയത്തക്ക ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിനക്ക് പരിക്ക് പറ്റിയപ്പോ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് വല്ലാതെ ഫീൽ ചെയ്തു. നീ രാധികയെ മറക്കണമെന്നൊന്നും ഞങ്ങൾ പറയില്ല. പക്ഷെ ഇപ്പൊ നീ അങ്ങോട്ട് ഓടിച്ചെന്നാ അവര് നിന്നെ വകവെക്കില്ല. വെക്കണ്ട. ബസ് വന്നു, ഞാൻ പോട്ടെ. എടാ കണ്ണൻ പറയുന്നത് നീ എന്നാ പോ. അയ്യോ അയ്യോ രാമനായരെ, നമ്മളിനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ സമയമില്ല, ഓടിക്കോ. ഞാൻ മടക്കി കുത്തി. ഗോവിന്ദ, ഇല്ലാത്ത കാശ് ഉണ്ടാക്കി എന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇതിനെ പൊരുകിയത്. അവസാനം എന്നെ നശിച്ച് നാരായണക്കല്ല് ഞങ്ങൾ ഈ വഴിയാ.
എടാ നിക്കണവിടെ നിക്കാൻ. നിന്റെ അടുത്തുള്ള കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചില്ല. എന്റെ പേര് രാമൻ നായരനല്ല. ഈ നാട്ടില് കോടതി നിയമമൊക്കെ ഉണ്ട്.